ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും സുഖവും കെടുത്തുന്ന നിറങ്ങൾ ഇല്ലാതാക്കുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. ആദ്യമായിട്ട് അറിയേണ്ടത്, ഒരു വ്യക്തി അയാൾക്ക് ചുറ്റും കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എക്സ്പോഷറുണ്ട്, അതായത് അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൂടുതലായി കിട്ടുമ്പോൾ അയാളുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവുകയും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അയാളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒരു വ്യക്തിത്വമാണ്, ഒരു ടൈപ്പ് വ്യക്തിത്വമാണ്, ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറുന്നൊരു വ്യക്തിത്വം. പക്ഷേ ചില ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെയും അവഗണിച്ചുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത്, ഞാനൊരു ബാൻഡ് മുമ്പ് കാണിച്ചു തന്നിരുന്നു, ഒരറ്റത്ത് നിൽക്കുന്നു. ചിലർ സമൂഹത്തിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നു. ചിലർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലെത്തുന്നു. ഒരു സമൂഹത്തിൽ ഉയർന്ന ലെവലിലെത്തുന്ന ആൾക്കാർ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വിഴുങ്ങുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കറിയണ്ടേ, എന്താണ് ഈ പോസിറ്റീവ് ചിന്തകൾ ആൻഡ് നെഗറ്റീവ് ചിന്തകൾ? എനിക്കത് ചെയ്യാൻ കഴിയും, ഐ ഹോപ്പ്, ഞാനൊരു വെല്ലുവിളിയായിട്ട് അത് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ എനിക്കതിൽ പ്രതീക്ഷയുണ്ട്, ഐ ക്യാൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എന്ത്? പോസിറ്റീവ് ചിന്തകൾ. നെഗറ്റീവ് ചിന്തകളാണെങ്കിലോ, എടാ സാധില്ല, അത് ഒരിക്കലും നല്ല. ഇതെപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ഭാഗം നമുക്ക് കിട്ടും, നമുക്ക് ചെയ്യാൻ കഴിയും എന്നിരിക്കെ തന്നെ നമ്മൾ പറയുകയാണ് എന്ത്? എനിക്കതിൽ പ്രതീക്ഷയില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല, വെറുതെ അതിന് പോകണ്ടേ, ആ ടൈം വേസ്റ്റായി, എപ്പോഴാണോ എനിക്കിതൊക്കെ ചിന്തിക്കാൻ തോന്നിയത് എന്നൊക്കെ ചിന്തിക്കുന്നതാണ് നെഗറ്റീവ് തോട്ട്സ്. ഈ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ദേഷ്യവും അതുപോലെ കുറ്റബോധവും അതുപോലെ സങ്കടവും ഒക്കെ വരുത്തി വെക്കും. ഈ ദേഷ്യത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സങ്കടമൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ട പൈശാചിക വികാരങ്ങളാണെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ, ബേജാറ് എന്നൊക്കെ പറയുന്നതിലേക്ക് ലീഡ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ജീവിത നിലവാരം പുലർത്തുകയും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ ഒഴിവാക്കാം, അതായത് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ പല ആൾക്കാരും ഉണ്ടാവും. പല ആൾക്കാരും നമ്മളെ ഇതിന് പോകണ്ട, അതൊന്നും കാര്യമല്ല, അല്ലെങ്കിൽ എന്തപ്പോൾ അങ്ങനെ ഇങ്ങനെയും, എന്തപ്പോൾ നിനക്ക് അങ്ങനെ നിനക്കായിട്ടൊരു പ്രോബ്ലം, എവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ അവരെ ചെയ്യേണ്ടത് ഫിസിക്കലി അവരെ അവോയ്ഡ് ചെയ്യണം, അതായത് ശരിക്കും അവരെ ഒഴിവാക്കണം. എന്തിനാണ് ഒഴിവാക്കുന്നത്? അവർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാണ്, അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വിജയത്തിലോ സന്തോഷത്തിലോ യാതൊരു സന്തോഷവും കണ്ടെത്താതെ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പുകൾ, അതിന് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെ നിങ്ങൾ ഒഴിവാക്കണം. അത് ഫിസിക്കലി ഒഴിവാക്കണം. ഇൻ കേസ് നിങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ മെൻ്റലി ഒഴിവാക്കണം. മനസ്സിൽ വലിയ സ്ഥാനം നൽകാതിരിക്കണം. അതിനർത്ഥം നമ്മുടെ മേലുദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമ്മൾ യാതൊരു സ്ഥാനം കൊടുക്കാതിരിക്കണോ എന്നല്ല, പുല്ലുവില കൽപ്പിക്കാതിരിക്കണം എന്നല്ല. അവർക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകി ബഹുമാനത്തോട് തന്നെ നമ്മുടെ വ്യക്തിത്വപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടാനങ്ങൾ നമ്മുടെ മനസ്സിൽ കരുതി വെക്കണം, സൂക്ഷിക്കണം എന്ന് മാത്രം. ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ചുറ്റും പോസിറ്റീവ് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകളായിരിക്കും. ഓക്കെ, നല്ലതാണ്, ഇൻഷാ അല്ലാഹ് എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ചുറ്റും നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാത്ത രൂപത്തിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുകയാണ്, അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമായിട്ട് മറുപടി പറഞ്ഞാൽ, അവരുടെ ലെവലിലേക്ക് നമ്മൾ മാറാതിരുന്നാൽ നമ്മുടെ ജീവിതം എപ്പോഴും നല്ല രൂപത്തിലായിരിക്കും. ഇതാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നത്? വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. സൂക്ഷ്മതയുള്ളവർക്ക് വായിക്കാൻ വേണ്ട ഒരു ബുക്കാണ് ഖുർആൻ എന്ന് ഖുർആൻ്റെ ആദ്യ വശത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പോസിറ്റിവിറ്റി, ഈ നെഗറ്റിവിറ്റി എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് പോസിറ്റിവിറ്റി, പൈശാചിക വികാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോസിറ്റിവിറ്റി എങ്ങനെ നേടാം എന്ന് ഞാൻ പറയട്ടെ. ഓക്കെ, കുറേ ആൾക്കാരെ അവോയ്ഡ് ചെയ്യുന്ന മാതിരി തന്നെ കുറേ ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും ശ്രമിക്കണം.
നിങ്ങളെപ്പോലെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും മാനിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. അത് നിങ്ങളോട് പോലെയുള്ള ആൾക്കാരാണെന്നില്ല. പക്ഷേ നോക്കൂ, നമ്മൾ മറ്റുള്ളവരുടെ ഒരു സംസ്കാരത്തെയും വിശ്വാസത്തെയും അതുപോലെ നിയമത്തെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു, അതിനെ കൺസിഡർ ചെയ്യുന്നു, പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതേ പരിഗണന നമ്മളും അർഹിക്കുന്നുണ്ട്. ആ പരിഗണന നമ്മൾക്ക് കിട്ടാതിരുന്നാലാണ് അവർ നെഗറ്റീവ് പീപ്പിൾ ആകുന്നതും അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നതും. ഓക്കെ, അങ്ങനെ കുറച്ചെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ ചേർത്തതിന് ശേഷം നമുക്ക് മറ്റുള്ളവരോട് കൂടി പോസിറ്റീവായിട്ട്, മറ്റുള്ളവരെ നമ്മളോട് നെഗറ്റിവിറ്റി നമ്മളെ താഴേട്ട് ആക്കുന്ന പുട്ട് അസ് ഡൗൺ എന്ന് പറയുന്ന താഴേക്ക് ആക്കുന്ന ആൾക്കാരെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നല്ലവരായിട്ട് കാണാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നമുക്ക് ഗുഡ് ആൻഡ് ബാഡ് എന്നുണ്ടാവും. നല്ലത് ചീത്ത എന്ന് പറയുന്ന നമ്മുടെ ഒരു കാര്യം ഉണ്ടാവും. അത് നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടിലുള്ള നിയമത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ നല്ലത് ചീത്ത എന്ന് പറയുന്നത്. നമ്മുടെ നല്ലത് അവർ ഗുഡ് മറ്റുള്ളവർക്ക് ബാഡായിരിക്കും, ചീത്തയായിരിക്കും. നമ്മുടെ തെറ്റ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ശരിയായിരിക്കും. അതായത് നിങ്ങൾ ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്യണം പ്രോപ്പറായിട്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്ക് ഇന്ന ചിന്തയായിരിക്കും. ഇറ്റ് മീൻസ് വി ആർ നോട്ട് ജഡ്ജിങ്, നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യല്ല. ഇങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ വളർന്നു വന്ന ആൾക്ക് ഇതൊക്കെയായിരിക്കും ശരി, മറ്റേതൊക്കെ തെറ്റാണ്. അപ്പം നമ്മൾ ഇത് രൂപത്തിൽ അവരെ പരിഗണിക്കണം. അവരും നമ്മളും തമ്മിലുള്ള കോമൺ പ്ലാറ്റ്ഫോം, അതായത് പൊതു ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്നൊക്കെ നമ്മൾ അത് അവരെ നമ്മൾ പരിഗണിച്ചാൽ തിരിച്ചു അവർ നമ്മളെയും പരിഗണിക്കും. ഓക്കെ, ഇവിടെ ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് എന്ന് വിചാരിച്ചത് ഓക്കെ, പക്ഷേ നമ്മളെപ്പോലെ അല്ലാത്ത ഒരാൾ ബാഡ് എന്ന് കാണിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരെ താഴ്ത്തും, പുട്ട് ദം ഡൗൺ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അതിന് പരമായിട്ട് നമ്മുടെ ലെവലിൽ ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള ആളുടെ നിയമത്തെയും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ നല്ല രൂപത്തിൽ കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു വിക്ടിം, ഒരു ഇരയാണ്, മറ്റുള്ളവരുടെ ഒരു ഇരയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സിമ്പതിയോ സങ്കടമോ അല്ലെങ്കിൽ വെറും വാക്കോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പകരം നമ്മുടെ ചുറ്റുപാട് ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ചുറ്റും ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്ന, നെഗറ്റീവ് സാഹചര്യം ഉണ്ടാക്കുന്ന ആൾക്കാരോട് നമ്മൾ ഒരിക്കലും ആർഗ്യുമെൻറ്റിന്, അതായത് കച്ചറക്ക് പോകാൻ പാടില്ല, വഴക്കിന് പോകാൻ പാടില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ ചിലരോട് നമ്മുടെ അവസ്ഥ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടി വരും, പരാതി പറയേണ്ടി വരും. അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറയേണ്ട നേരത്ത് പറയേണ്ട പോലെ പറയേണ്ടവരോട് പറഞ്ഞിരിക്കണം. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് നല്ലൊരു ഹോബി ഉണ്ടാകാം. മീനെ വളർത്തലോ അല്ലെങ്കിൽ ചെടി വളർത്തലോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഹോബി ഉണ്ടായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ മനസ്സിനെ ഒരു നിമിഷം കൺവേർട്ട് ചെയ്യാൻ അതിന് താൽക്കാലികമായിട്ടാണെങ്കിലും സാധിക്കും. മറ്റൊന്ന് ഹെൽത്തി ഫുഡ്, നല്ല ഫുഡ് കഴിക്കുക. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ കുറേ മാംസാഹാരമോ അങ്ങനെയൊന്നുമല്ല, അതായത് കുറേ വില കൂടിയ ഫുഡ് ഒന്നുമല്ല. നമുക്ക് നന്നായി ദഹിക്കുന്ന ഫുഡ് കഴിക്കുക. അതുപോലെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ്. നന്നായിട്ട് ഓവറായിട്ടല്ല, എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയും അതുവഴി നമ്മുടെ മൈൻഡും ശരിയാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ സങ്കടങ്ങളും സ്ട്രെസ്സുകളും ഞാൻ മറക്കുന്നത് പ്രകൃതി ആസ്വദിച്ചു കൊണ്ടാണ്. ആകാശം കാണാനും സസ്യങ്ങൾ കാണാനും അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ സന്ദർശിക്കാനുമൊക്കെ വളരെയധികം സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമതകളും അതുപോലെ എല്ലാം നമുക്ക് മാറിക്കിട്ടും. പിന്നെ എല്ലാവരും പറയാറുണ്ട് മറ്റൊരു കാര്യം, ജീവിതത്തിൽ നോ പറയാൻ പഠിക്കുക. പക്ഷെ എന്താണെന്ന് പലർക്കും ഇതറിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാരോട് മറ്റുള്ള എല്ലാ ആൾക്കാരോടും ഒരു പീപ്പിൾ പ്ലീസർ, ജനങ്ങളെ പ്ലീസ് ചെയ്യുന്ന ഒരു ആളാകാതെ ചില കാര്യങ്ങൾ എനിക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെന്നും അതെനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നും കൃത്യമായിട്ട് പറയാം. അതേസമയം ഞാൻ പല കാര്യങ്ങളുമായി നിങ്ങളോട് വിയോജിപ്പുണ്ടെന്നും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ലേൺ ടു സേ നോ എന്ന് പറയാൻ പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ബാക്കിയുള്ള വർഷങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ആവണം എന്നുള്ളത് ഒരു ഡ്രീം എന്നതിലുപരിയായിട്ടൊരു ലക്ഷ്യവും അത് ഒരു പ്ലാനും ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ചിലപ്പോൾ വർക്കാതിരിക്കാം. വർക്ക് ചെയ്യാതിരുന്നാൽ നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് മറു പ്ലാനും കൂടി ചെയ്തിരിക്കണം. അത് എന്നിരുന്നാലും ദൈവത്തിനാണ് പരമാധികാരമെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും വേണം.
പിന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലോസ് അല്ലാത്ത പലർക്കും നമ്മൾ ഒരിക്കലും റിവീൽ ചെയ്ത് കൊടുക്കരുത്. എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങളൊന്നും നമ്മൾ ചുഴിഞ്ഞ് അന്വേഷിക്കാനും പാടില്ല. നമ്മൾ എപ്പോഴും ഒരു സർക്കിൾ മറ്റുള്ളവർക്ക് നൽകിയിരിക്കണം. അതിനോട് ക്ലോസ് ആക്കേണ്ടവരെ മാത്രമേ ക്ലോസ് ആക്കാൻ പറ്റുള്ളൂ. കുറേ അകലെയുള്ളവരെ നമ്മൾ ഒരിക്കലും വാതിൽ വെട്ടി വാതിൽ മുട്ടാനോ അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റാനോ പോകരുത്. ഓക്കെ. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിരിക്കാം എ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം, അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ വീഡിയോ, അതൊക്കെ ഫാബ്രിക്കേറ്റഡ് തിങ്സ് ആണ്. അതായത് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം പോലെ സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടാവും. പക്ഷെ അത് കണ്ടിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ജീവിതം കംപ്ലീറ്റ് പോവുകയുള്ളൂ. അത് ഇറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ്, അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഉണ്ടാവില്ലേ, അത് കണ്ടാൽ മതി. ഓക്കെ. ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഭക്ഷണത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം. 10 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഒരു 4 മണിവരെയെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. 4ഉം 10ഉം 6 മണിക്കൂർ മിനിമം. ഓക്കെ. ആവറേജ് 6, 4 to 8 എന്ന് പറയും. 4 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കാവും. അതിൻ്റെ ആവറേജാണ് ഞാൻ 6 എടുത്ത്. ഓക്കെ. പിന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റി അല്ല പോസിറ്റിവിറ്റി ഒക്കെ എല്ലാം നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരാതിപ്പെടണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കരുത്. നമ്മുടെ നാടും സംസ്കാരവും ഒക്കെ അനുമതി നൽകുന്ന എല്ലാ വികാരങ്ങളും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനോടൊക്കെ യോജിപ്പുണ്ട്, ഇതിനോടൊക്കെ വിയോജിപ്പുണ്ട്, ഇവൻ എനിക്കിഷ്ടമാണ്, ഇവൻ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വികാരങ്ങളിൽ നമ്മുടെ നാട്ടിലെ നിയമവും സംസ്കാരത്തിനും അനുസരിച്ച് അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രകടിപ്പിക്കണം. എല്ലാ വികാരങ്ങളും 100% വികാരങ്ങളും സപ്രസ് ചെയ്ത് നിന്നാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു സൈക്കാട്രിക് പേഷ്യൻ്റ് അഥവാ മനോരോഗിയായിട്ട് മാറും. നിങ്ങളുടെ വെല്ലുവിളികളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം. എന്ന് മാത്രമല്ല നമ്മളതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് എന്ത് ചെയ്യും എന്നൊരു പ്ലാൻ കൂടി ഉണ്ടാവണം. നമ്മളൊരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ ആ പരീക്ഷ തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തകർന്നു പോവും. ജീവിതത്തിൽ കുറേയൊക്കെ തമാശകൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ചിരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. തമാശകൾ നമ്മൾ ജീവിതത്തിലൂടെ തന്നെ കണ്ടെത്തണം. അല്ലാതെ മൊബൈൽ എടുത്ത് കുറേ കോമഡി സീനൊന്നും കണ്ടിട്ട് കാര്യമല്ല. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ട് കോമഡി കാണുന്നതിന് എതിരാണ് എന്നൊന്നുമല്ല. നിങ്ങൾക്ക് മൊബൈൽ കാണാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കോമഡികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ സമയത്തിന് നമ്മൾ കൃത്യമായിട്ടുള്ള വില കൽപ്പിക്കണം എന്ന് മാത്രം. പിന്നെ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങളത് ഇനി ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്നത് വരെ സങ്കടപ്പെടാം. പക്ഷെ അതിലുപരിയായിട്ട് നിങ്ങളോട് തന്നെ മാപ്പ് നൽകാതെ സ്വയം നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും സത്യമല്ല, നീതിയല്ല, നമ്മളോട് ചെയ്യുന്ന കുറ്റമാണ്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മറ്റുള്ളവരെ സഹായിക്കുന്നതോടുകൂടി നമ്മൾ സഹായിക്കപ്പെടുന്നുവെന്നും അതുപോലെ മറ്റുള്ളവർക്ക് നമ്മളെ ആവശ്യമുണ്ടെന്നൊക്കെ നമ്മൾ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കണം. സഹായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്ലീസറായിട്ട് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് അർഹിക്കുന്ന, നമ്മുടെ കയ്യിൽ നിന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അർഹിക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിന് നമ്മുടെ നാടും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ നിയമം എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കും. പിന്നീട് മറ്റുള്ളവരുടെ ക്രിറ്റിസിസം അഥവാ നമ്മുടെ നിരൂപണം എന്ന് പറയുന്നാൽ നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്താ പറയുന്നത്. ചിലർ നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ അത് അഹങ്കാരത്തിന് ഒരിക്കലും ഇടപെടുത്തരുത്. നെഗറ്റീവായിട്ടുള്ള പറയുമ്പോൾ അത് സത്യമാണോ ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. സത്യമാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാത്ത വശം നമ്മളത് ഒഴിവാക്കണം. അത് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ടാവണം. മറ്റുള്ളവരുടെ താളത്തിനൊത്ത് ഒരിക്കലും തുള്ളരുത്. ജീവിതത്തിൽ പോസിറ്റീവ് ചിന്തകൾ വെച്ച് പുലർത്തുന്ന ആൾക്കാർ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. പക്ഷേ നെഗറ്റീവ് ചിന്ത എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. അപ്പോൾ അവർക്ക് കഴിയില്ല. പോസിറ്റീവ് ആണെങ്കിൽ കഴിഞ്ഞേക്കാം, കഴിയാതിരിക്കാം. പക്ഷെ ആ ചിന്ത കൊണ്ട് അവർക്ക് കുറേ ഗുണങ്ങളുണ്ടാവും ജീവിതത്തിൽ എന്ന് മാത്രമല്ല ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു പരിധി വരെ അവർക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ചിന്തയാണ് ഫസ്റ്റ് വേണ്ടത്, അല്ലാതെ ബാക്കി കാര്യങ്ങളല്ല. ബാക്കി എന്തുണ്ടായിട്ടും കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ടാവും. കുറേ ആൾക്കാർ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും. എന്നാൽ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിനേക്കാൾ കുറേ കൂട്ടം കൂടി നടക്കുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എന്ന് മാത്രം. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എല്ലാവരും സെൽഫാണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുക ചെയ്യുന്നത്. കൂട്ടമായിട്ട് ജീവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അതും നല്ലത് തന്നെയാണ്. പല വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ അത് രണ്ടു വിധത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സർക്കിളിനെ കുറിച്ച്, ഒരു വൃത്തത്തെക്കുറിച്ച്, വട്ടത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഒരു സർക്കിൾ
ഒരു വൃത്തത്തിനകത്തുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ സർക്കിളിന് പുറത്തൊരു സർക്കിൾ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ല, പക്ഷെ അവരെ നമുക്ക് സ്വാധീനിക്കാം. സ്വാധീനിക്കാൻ പറഞ്ഞാൽ എടാ അങ്ങനെ ചെയ്താലിപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ അവർ സ്വാധീനിക്കാൻ പറ്റുന്ന സർക്കിളുണ്ട്, അത് ചെയ്യാം. മൂന്നാമതൊരു സർക്കിളുണ്ട് അതിന് പുറത്ത്. ആ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റില്ല, സ്വാധീനിക്കാനോ പറ്റില്ല. ആ കാര്യങ്ങളെക്കുറിച്ച് വെറുതെ വറീഡ് ആവാതെ നമ്മുടെ കൺട്രോളിലുള്ള ആൾക്കാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് ഇങ്ങനെയൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാം. അതിന് പുറമെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഐ ചാലഞ്ച് ഞാൻ പറഞ്ഞു മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റാത്ത കാര്യങ്ങളെ അല്ല, നമ്മുടെ താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിരിക്കും, ഉള്ളതിൽ തൃപ്തിപ്പെടുക. നമ്മുടെ മുകളിലേക്കുള്ളവരെ നോക്കിക്കൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ലെന്നോ നമ്മുടെ താഴെയുള്ളവരെ നോക്കാതെ വെറുതെ എങ്ങനെ നടന്നുകൊണ്ടോ ഒരു കാര്യമില്ല. എപ്പോഴും നമ്മൾ താഴെയുള്ളവരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര എനിക്ക് കിട്ടിയല്ലോ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നതിന് പറയാം, തൃപ്തിപ്പെടുക എന്ന് മാത്രമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എത്ര സങ്കടപ്പെട്ടാലും ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ ആസ്വദിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കുകയോ ചെയ്യുക. കാരണം അതാണ് ജീവിതം. എല്ലാവർക്കും സങ്കടമുണ്ട്, സന്തോഷമൊക്കെ ഉണ്ട്. സന്തോഷങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നവർ ജീവിതത്തിൽ പ്രൊഡക്റ്റീവ് ആവും, അല്ലാത്തവർക്ക് ജീവിതം ഒരു വേസ്റ്റായിട്ട് മാറും. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ഏണിങ്, അതായത് ഒരു സമ്പാദ്യം എത്ര ചെറിയ ജോലിയായാലും അത് കണ്ടെത്തണം. തയ്യൽ പണി ആയിക്കോട്ടെ, വീട്ടമ്മയായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഒന്നും ചെയ്യാത്തൊരു ആണായിട്ടോ ഒരിക്കലും ഇരിക്കരുത്. നമ്മുടേതായിട്ടുള്ള വഴിയിൽ നമുക്കൊരു സമ്പാദ്യം, ചെറുതെങ്കിൽ ചെറുത്, ഒരു ദിവസം 100 രൂപ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അത് ആ രൂപത്തിൽ നമ്മൾ കണ്ടെത്തണം. പശുവിനെ വളർത്തിയിട്ടോ, ആടിനെ വളർത്തിയിട്ടോ, കോഴിനെ വളർത്തിയിട്ടോ, എങ്ങനെയായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമ്പാദ്യം എപ്പോഴും കണ്ടെത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. സാമ്പത്തികപരമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അവരുടെ കീഴിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ ജീവിതം കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും.